അതോടൊപ്പം തന്നെ ഡാൻ നമ്മൾ ഇത്രയും ഒരു അന്തിമ വിധിയിലേക്ക് കടക്കുമ്പോഴും അത് അന്തിമമാകുമോ നിയമപരമായിട്ടൊന്നൊരു ചോദ്യമുണ്ട്. ഗോവിന്ദചാമി അടക്കമുള്ള ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ ഇനിയുമുണ്ട് ഈ കഠിന തടവ് മാത്രമായി ചുരുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള വാദങ്ങളൊക്കെ ഇനിയും ഉന്നയിക്കാം. മേൽക്കോടതികളിലേക്ക് കടക്കാം. ഈ ഒരു ആത്മവിശ്വാസമൊക്കെ ഒരു ഗ്രീഷ്മയ്ക്കുണ്ടാകും, പ്രതിഭാഗത്തിനുണ്ടാകും. ഇതെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോഴും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ ഇതിലൊരു തുടരുന്ന നിയമ പോരാട്ടം തുടർന്നു കൊണ്ടുപോകാൻ അതേത് തരത്തിലായിരിക്കും കഴിയുക എന്നുള്ളതൊക്കെ ഉണ്ട്. നിയമവൃത്തങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടോ? പരിപൂർണമായിട്ടും ഈ കോടതി ഈ പറഞ്ഞതുപോലെ തന്നെ അന്തിമ വിധിയുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് പരിപൂർണമായി വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടോ? എപ്പോഴായിരിക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിക്കുക? അല്പസമയത്തിനകം തന്നെ ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. പുറത്തേക്ക് കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ, അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് വരും. എടുത്തു പറയാനുള്ള കാര്യം, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പയായിരുന്നു. ഇപ്പോൾ അവർ കാസർഗോഡിന്റെ ചുമതലയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡി ശില്പ അന്ന് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നടത്തിയൊരു പ്രസ്താവന വലിയ തരത്തിൽ വിവാദമായി മാറിയിരുന്നു. അതായത് ഗ്രീഷ്മ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷാർപ്പായ ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ നടത്താൻ, അതായത് അവരുടെ ഒരു ബുദ്ധിവൈഭവം എങ്ങനെയാണ് എന്ന് ഈ അന്വേഷണ സംഘത്തെ നയിച്ച ഡി ശില്പ എന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അത് കൃത്യമായി അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് വിധി പ്രസ്താവത്തോടനുബന്ധിച്ച് ജഡ്ജി നടത്തിയ പരാമർശങ്ങൾ. അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിപരമായ രീതിയിൽ ഒരേ സമയം, അതായത് പ്രതിശ്രുത വരനുമായിട്ടുള്ള ബന്ധം തുടരുന്ന അതേ സമയത്ത് തന്നെ ഷാരോൺ രാജുമായുള്ള ബന്ധവും ഗ്രീഷ്മ തുടർന്നിരുന്നു. ഒരു തരത്തിലും അവിടെ ഒരു അതൃപ്തിയോ വിയോജിപ്പോ തന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നൊരു സൂചന പോലും ഷാരോൺ രാജിന് നൽകിയില്ല. ഷാരോൺ ചതിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്, തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന കാര്യം തിരിച്ചറിയാൻ കഴിയാതിരുന്നത് പോലും അങ്ങനെ ഒരു വിശ്വാസം ഉറപ്പുവരുത്തിക്കൊണ്ട് അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് മറുവഴിയെ ഗ്രീഷ്മ ശ്രമം നടത്തുകയായിരുന്നു. അവിടെയാണ് ഷാരോൺ രാജ് പ്രണയമെന്ന വികാരത്തിന് മുമ്പിൽ അടിമപ്പെട്ട് ജീവൻ തന്നെ ഒടുവിൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നൊരു നിരീക്ഷണമാണ് വിധി പ്രസ്താവനത്തിന് മുമ്പായി ജഡ്ജി നടത്തിയത്. അതായത് ഷാരോൺ രാജ് മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. വാവ എന്നാണ് ഗ്രീഷ്മയെ വിളിച്ചിരുന്നത്. വാവയ്ക്കെതിരെ ഒരു മെസ്സേജ് പോലും, അതായത് അവളെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ, അവളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളും ഒരു ഫോൺ മെസ്സേജിൽ പോലും ഷാരോൺ രാജിന്റേതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം ഈ മരണക്കിടക്കയിൽ പോലും തന്നെ കഷായത്തിൽ വിഷം കലർത്തി കൊല്ലാനുള്ള ശ്രമം നടത്തിയത് താൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഗ്രീഷ്മയാണ് എന്ന കൃത്യമായ ബോധ്യം ഷാരോൺ രാജിന് ഉണ്ടായിട്ടും ഗ്രീഷ്മയ്ക്കെതിരെ ഒരു വാചകം പോലും ഒരു അന്വേഷണ സംഘത്തിന് മുമ്പിലും നടത്താൻ അവൻ തയ്യാറായില്ല. ഒക്ടോബർ മാസം, അതായത് ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് പിതാവിന്റെ അടുത്ത്, ജയരാജിന്റെ അടുത്ത് താനിങ്ങനെ കഷായത്തിൽ കലക്കി തന്ന വിഷം കുടിക്കേണ്ട സാഹചര്യം ഈ ഷാരോൺ രാജ് തന്റെ പിതാവിനോട് പങ്കുവച്ചത്. അതിനുശേഷമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയരാജ് അത് മൂത്ത മകനായ ഷിമോനോട് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് ഷിമോൻ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ ഗ്രീഷ്മയെ കുടുക്കുന്നത്. അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമവും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് കൊടുത്തത് താൻ സാധാരണയായി കുടിക്കുന്ന കഷായമാണ്, അതിന് ചില കയ്പുണ്ട്, താൻ നേരത്തെ തന്നെ ഷാരോണിനോട് പറഞ്ഞിട്ടുള്ളതാണ്, അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല എന്ന് ഒരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ അല്പസമയത്തിനകം